നമ്മുടെ മൺചട്ടിയില് വഴട്ടാതെ പിടിക്കാതെ വളരെ സാവധാനം വരട്ടിയെടുത്ത പോത്തിറച്ചിയാണ്. ഇന്നലെ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ ബീഫായിരുന്നേ. ഉച്ചയ്ക്ക് എല്ലാവരും കഴിച്ചു, രാത്രി എല്ലാം കഴിച്ചു. ബാക്കിയുള്ളത് അടച്ച് ഈ മൺകലത്തിൽ തന്നെ വെച്ചിരുന്നു. ഇന്നതാ ഉച്ചയായി. അത് ഇതിലേക്ക് ഞാൻ പകർത്തി. ബാക്കി നമ്മുടെ ചട്ടി കണ്ടോ, കഴുകിയിട്ടില്ല. നോക്കിക്കേ, ആ ബീഫിന്റെ ചാറും മസാലയൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് കുറച്ച് ചോറും ആ ബീഫ് കറിയൊക്കെ ഇട്ട് ചട്ടിയിലിട്ട് കഴിച്ചാൽ എങ്ങനെ ഉണ്ടാവും? മായില്ലാത്ത വിഷമില്ലാത്ത ഒന്നാം തരം മട്ടേരി ചോറ്. മൺചട്ടിയിൽ തന്നെ പാചകം ചെയ്തെടുത്ത പയറും മെഴുക്കുവരട്ടി, അതും അതിന്റെ മുകളിൽ കൂടി അങ്ങ് ഇട്ടു. മസാലയിൽ ഇങ്ങനെ ഇട്ട് അങ്ങോട്ട് കുഴയ്ക്കാണ്. ചാറും ചോറും പയറ് കൂടെ ഒന്ന് കുഴച്ച് 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 എന്നാ രുചിയാ. ബീഫില്ല കേട്ടോ, ചാറ് മാത്രം മതി കേട്ടോ. ഇതാണ് മൺചട്ടിയിൽ വെക്കുന്നതും സാധാരണ നമ്മൾ കുക്കറിൽ വെക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം. മാസ് പൊളിച്ചു. ഇതേ റെസിപ്പി കുക്കറിൽ വെക്കുന്നത് ഞാൻ ചെയ്തിട്ടുണ്ട്, ഉരുളിയിൽ വെക്കുന്നത് ചെയ്തിട്ടുണ്ട്. അതേ സാധനം ഒട്ടും വഴട്ടാതെ മൺചട്ടിയിൽ വെച്ചതാണ്. ഉറപ്പായിട്ടും പാചകം സെയിം ആണെങ്കിലും മീഡിയം വ്യത്യാസമാണ്. അതിന്റെ ഗുണമുണ്ട്, രുചിയുണ്ട്. ഇനിയിപ്പോ മൺചട്ടിയില് ഇറച്ചിയാണെങ്കിലും മീനാണെങ്കിലും എന്നതാണെങ്കിലും പിറ്റേ ദിവസം ഒരല്പം ചോറിട്ട് ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? അതിന്റെ ഇടയിൽ നമ്മുടെ ബീഫ് എങ്ങനെയാണെന്ന് ഇതുവരെ നോക്കിയിട്ടില്ല, ചാറ് മാത്രമേ നോക്കിയിട്ടുള്ളൂ. നമുക്കൊന്ന് കഴിച്ചു നോക്കല്ലേ, ഞാൻ വെച്ചോണ്ട് പറയല്ല, അടിപൊളി. ഞാൻ എപ്പോഴും വേറൊന്നും കൂടി പറഞ്ഞിട്ടുണ്ട്, ബീഫ് മേടിക്കുമ്പോൾ വാരിയലിന് താഴെയുള്ള പീസാണ് മേടിക്കുന്നത്. കാണാൻ വലിയ രസമൊന്നും ഉണ്ടാവില്ല, പക്ഷെ ഇത് നോക്കിയാൽ നല്ല അടിപൊളി പഞ്ഞി പോലെ സോഫ്റ്റ് ആയിരിക്കും, അന്യായ ടേസ്റ്റും ആയിരിക്കും. കഴുകി വൃത്തിയാക്കിയ 1 കിലോ ബീഫ്, 2 സബോള, 10-20 ചെറിയുള്ളി, തക്കാളി വലുത് 2 വെളുത്തുള്ളി 2 കൂടം, വലിയൊരു കഷ്ണം ഇഞ്ചി, കറിവേപ്പില ധാരാളമായിട്ട്, പച്ചമുളക് ഒരു 4. ഇനി മഞ്ഞൾപ്പൊടി 1 ടീസ്പൂണ്, മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂണ്, കാശ്മീരി മുളക് 2 ടേബിൾ സ്പൂണ്, ബീഫ് മസാലപ്പൊടി 2 ടേബിൾ സ്പൂണ്, വെളിച്ചെണ്ണ 1 ടേബിൾ സ്പൂൺ, ആവശ്യത്തിന് ഉപ്പ്, 2 കപ്പ് വെള്ളം. എല്ലാം കൂടെ നന്നായിട്ട് തിരുമ്മി പിടിപ്പിച്ച് 1 മണിക്കൂർ നമുക്ക് വെക്കാം. അടുപ്പിലേക്ക് വെച്ച് മൂടി വളരെ ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. നോക്കിയേ, എണ്ണയെല്ലാം തെളിഞ്ഞ് നല്ല ഉഷാറായി വന്നിട്ടുണ്ട് അല്ലേ? ഇനി വാങ്ങി വെച്ച ശേഷം കറിവേപ്പില അങ്ങ് ഞെരടിയിടാം. 1 ടീസ്പൂൺ മാത്രം പച്ചവെളിച്ചെണ്ണയും ഒഴിച്ച് ഒന്ന് ഇളക്കി അടച്ചു വെച്ച് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല വിശാലമായി കഴിക്കാം കേട്ടോ. ഇതാ നമ്മുടെ പുതിയ മോഡൽ കുറേ ചട്ടികൾ വന്നിട്ടുണ്ട്. ഞാനിവിടെ തകൃതിയായി മയക്കിക്കൊണ്ടിരിക്കുകയാണ്. വേണ്ടവർ എത്രയും പെട്ടെന്ന് കമന്റ് ചെയ്തോളൂ. അപ്പോ നമ്മുടെ മൺചട്ടിയില് ഇറച്ചിയാണെങ്കിലും മീനാണെങ്കിലും പച്ചക്കറി ആണെങ്കിലും ഇതുപോലെ സ്ലോ കുക്ക് ചെയ്താൽ അടിപൊളിയാവും. നിങ്ങൾ ഒന്ന് മാത്രം ചെയ്താൽ മതി. ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ വാട്സപ്പിൽ വന്നൊരു ഹായ് ഇട്ടാൽ നമ്മുടെ വില വിവരങ്ങളും ഒരുപാട് മോഡൽസും ഉണ്ട്, നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഓക്കെ, അടുത്തൊരു കിഡിലൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ സ്വന്തം അന്നമ്മ.